യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ കട്ടിംഗ് മെഷീൻ എടുക്ക്. ആദ്യം എന്റെ നാവറക്കണം. ഇവൻ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിയാ. എന്റെ പൊന്നു സഹോദര, പ്ലീസ് എന്നെ കൊല്ലരുത്. സേനാപതി, പ്രിയ പ്രിയ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്ലീസ് സേനാപതി, ഇത്ര ക്രൂരമായിട്ട് എന്നോട് പെരുമാറരുത്. പ്ലീസ് സേനാപതി. സാക്ഷി മരിച്ചതിന് ശേഷം പ്രിയ ഞാൻ കാണുന്നത് ഇന്നലെയാ. അവൾ എന്നെ തേടി വന്നതാ, അല്ലാതെ എനിക്ക് ഒരു വിവരവും അറിയില്ല. സേനാപതി, സേനാപതി, എന്റെ ഫോൺ പോക്കറ്റിലുണ്ട്. അതെടുത്ത് നോക്ക്. പ്രിയയെ ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോന്ന് എടുത്ത് നോക്ക്. അടങ്ങിയിരിക്കണം അവിടെ. ശങ്കറെ, നിന്റെ കള്ളക്കളിയൊന്നും എന്നോട് വേണ്ട. പ്രിയെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? സത്യം പറ. ലാസ്റ്റ് ചാൻസ്. സാറിനെ ഒന്നും ചോദിക്കണ്ട. ഇവന്റെ കഴുത്തരത്ത് ഇവിടെ കെട്ടി തൂക്കാം. അയ്യോ എന്റെ പൊന്നു സേനാപതി, അവിടെ എന്നെ ഒന്നും ചെയ്യരുത്. പ്രിയ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറയാം, സത്യം പറയാം. ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ ജീവിതം ഇവിടെ തീരാൻ പോവുകയാണ്. ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവുക. അയ്യോ, സാക്ഷിയും സംഘത്തെയും അർജുന്റെ വീട്ടിൽ വിട്ട ശേഷം പ്രിയ എന്നെ വിളിച്ചിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. സേനാപതി, അയ്യോ അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. പ്രിയ എവിടാണെന്ന് എനിക്കറിയില്ല. അയ്യോ, അർജുൻ, നീയായിരുന്നോ? അർജുൻ, നീ ചെയ്യുന്നത് വലിയ പാതകമാ. എന്നെ അഴിച്ചുവിടാൻ പറ പ്ലീസ്. താനിനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോവില്ല. എന്റെ വീട്ടിൽ ഗുണ്ടകളെയും സാക്ഷിയും കയറ്റിവിട്ട നീ ഞങ്ങളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ച താൻ ഇനി ജീവിച്ചിരിക്കണ്ട. തന്നെ കൊന്ന ആ കൊലപാതക കുറ്റം സേനാപതിയുടെ തലയെ കൊണ്ടുവയ്ക്കാനായിട്ട് എനിക്കറിയാം. അയ്യോ അർജുൻ, പ്ലീസ്, നമ്മളൊക്കെ ബന്ധുക്കളല്ലേ അർജുൻ. എന്നോട് ചെയ്തത് ശരിയാണോ അർജുൻ? തന്നോട് ഞാൻ പൂജയ്ക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? ഞങ്ങളെ ഇല്ലാതാക്കാൻ കൂട്ടു നിൽക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ അരുണിമാന്റെയും പൂജയും കൊല്ലാൻ താൻ സാക്ഷിക്ക് കൂട്ടുനിന്നു അല്ലേ? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം പ്രിയയുടെ പദ്ധതിയായിരുന്നു. സാക്ഷി പ്രിയയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാ ഞാൻ സാക്ഷിയെ പ്രിയയുടെ അടുത്തെത്തിച്ചത്. താൻ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ചോദ്യം കൂടി. പ്രിയ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ അവളുടെ ഡ്രസ് ആരാ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചത്? പറയണോ, ആരാ ഈ പദ്ധതിയുടെ പിന്നിലെന്ന്? അത് സേനാപതിയുടെ പ്ലാനായിരുന്നു. പ്രിയയെ കണ്ടെത്തേണ്ടത് അയാളുടെ ആവശ്യമായിരുന്നു. പ്രിയയെ അയാളും അന്വേഷിക്കുന്നുണ്ട്. അവള് പുറത്തു വരാൻ വേണ്ടിയാ അയാളത് ചെയ്തത്. പ്രിയപ്പെടുണ്ടെന്ന് തനിക്കറിയാം. താനത് ഇനിയും പറയാതിരുന്നാൽ താൻ ഈ ലോകത്തുണ്ടാവില്ല. അയ്യോ, കാരണം പ്രിയയെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് പൂജയെ പുറത്തിറക്കാൻ പറ്റൂ. താനാണ് പ്രിയയെ സഹായിക്കുന്നെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. തന്റെ നാവിൽ നിന്ന് ആ രഹസ്യം പുറത്തു വരും. എനിക്കറിയില്ല അർജുൻ. അവള് വേറെ ഏതോ നമ്പറിൽ നിന്നാ എന്നെ വിളിച്ചത്. അവക്ക് ആവശ്യമുള്ളപ്പോ വിളിക്കും. ഓക്കെ, അപ്പോ തന്റെ ഫോണിലായിരിക്കുമല്ലോ വിളിക്കുന്നത്. ജോർജ് കുട്ടി, താനേ ഇയാളെ പ്രിയ വിളിച്ച നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യ്.
അവൾ എവിടെ വരണമെന്ന് ഇയാളെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. ഇയാൾ പറയുന്നിടത്ത് അവൾ എന്തായാലും തീർച്ചയായിട്ടും വരും. ഇനി ഞാൻ പറയുന്നത് പോലെ താനങ്ങ് സംസാരിച്ച് സാറേ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ആവശ്യമുള്ളപ്പോഴേ അവൾ ഫോൺ ഓൺ ചെയ്യൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാടോ. ആ നമ്പറിലേക്ക് ഉടനെ കാണണമെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അങ്ങോട്ട് അവൾ ഓൺ ചെയ്യുമ്പോ കാണുമല്ലോ. അപ്പൊ തിരിച്ചു വിളിക്കാതിരിക്കില്ലല്ലോ. അതുവരെ ജോർജ് കുട്ടി അമീറും ഇവിടെ തന്നെ കാണണം. അവള് തിരിച്ചു വിളിക്കുന്നത് വരെ ഇയാൾ ഇവിടെ കിടക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? ദാഹിക്കുന്നു. അയ്യോ പാവം. ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ചല്ലേ, കുറച്ചുകൂടെ ദാഹിക്കട്ടെ. കുറച്ച് വെള്ളം താ, കുറച്ച് വെള്ളം താ. നന്നായിട്ട് ദാഹിക്കട്ടെ. ജ്യൂസ്. എന്താ ആലോചിച്ചിരിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നേ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കൊലക്കേസിലെ പ്രതികളായനെയല്ലേ? ആ വീട്ടിലുള്ളവരെ നീ അങ്ങനെ വിചാരിച്ചിട്ടുള്ള? അയ്യോ, ഞാൻ അഖിലിന്റെ വീട്ടുകാരെ കുറിച്ചല്ല പറഞ്ഞത്. അവരാരും ഇങ്ങനൊരു കൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അവരോടുള്ളത് പ്രിയെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ എന്ന ദേഷ്യം മാത്രമാ. എത്ര പേരുടെ ജീവിതം അവള് കാരണം നാശമായത്. ആദ്യം സാക്ഷിയെ കൊന്നു എന്ന പേരിൽ അരുണിമാൻഡി, ഇപ്പൊ ദേ പ്രിയ മരിച്ചു എന്ന പേരിൽ പൂജേച്ചി. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, പൂജേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു താൻ വിചാരിക്കുന്നുണ്ടോ? പൂജേച്ചി മാത്രമല്ല, അരുണിമാൻഡി അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് നമുക്ക് മാത്രമല്ലേ അറിയൂ. കോടതിയുടെ മുന്നിൽ തെളിവുകളല്ലേ പ്രധാനം. പൂജേച്ചിക്ക് വേണ്ടി അർജുൻ സാറും വാദിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതല്ലേ. ഞാൻ അർജുനേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? ആകെ വിഷമിച്ചിരിക്കായിരിക്കും അല്ലേ? വിഷമമുണ്ട്. പക്ഷെ പൂജേച്ചി അധികം നാളെ അകത്ത് കിടക്കത്തില്ല എന്ന് പറഞ്ഞു. ചേട്ടന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അത് വർക്കൗട്ട് ആക്കി എടുക്കാൻ സമയം വൈകുന്നതിന്റെ ചില വിഷമങ്ങളൊക്കെ ഉള്ളൂ. ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ആളല്ല പൂജേച്ചി. അതാ എന്റെ വിഷമം. ഇതിനെല്ലാം കാരണക്കാരിയാ പ്രിയ. ഇതൊക്കെ നടക്കുമ്പോഴേ അവൾ ഒളിച്ചിരുന്ന് ആസ്വദിക്കുമായിരിക്കും. അധികകാലം അവൾക്ക് മറിഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷെ അവള് പുറത്തു വന്നാലും അഖിലിന്റെ അച്ഛനമ്മയും ഉള്ളിടത്തോളം കാലം അവൾക്കൊന്നും സംഭവിക്കില്ല. ആ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അഖിലിന്റെ അച്ഛമ്മയാ. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് അഖിലിന് വിഷമം തോന്നരുത്. ആ ഡാഗിന് തള എന്ന് ചാവുന്നുവോ അന്ന് മാത്രം നിങ്ങളുടെ വീട് ഗുണം പിടിക്കൂ. അല്ലെങ്കിൽ അവരെ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിട്ടിട്ട് അഖിലിന്റെ അച്ഛനും അമ്മയും അർജുൻ ചേട്ടനും പൂജേച്ചിയും അവിടെ നിന്ന് മാറണം. അത് ചെയ്യാൻ അഖിലിന്റെ അച്ഛന് സാധിക്കുകയില്ല. താൻ പറയുന്നത് ശരിയാ. പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛമ്മ തന്നെയാ. പക്ഷെ അതുകൊണ്ട് അവരെ ഒറ്റയ്ക്കാക്കി അവിടുന്ന് ആരും മാറാൻ പോകുന്നില്ല. ഇനി അഥവാ അച്ഛനും അർജുൻ ചേട്ടനും മാറാന്ന് പറഞ്ഞാലും അമ്മ അതിന് സമ്മതിക്കത്തില്ല. അത് ശരിയാ. അഖിലിന്റെ അമ്മ വല്ലാതെ പാവമായിപ്പോയി. ഈ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തോന്നറിയോ സ്നേഹിക്ക്? അമ്മയ്ക്ക് ഈ ലോകത്ത് ആരോടും, അത് അമ്മ എത്ര ദ്രോഹിക്കുന്നവരോട് പോലും പകയില്ല. ആരും വെറുക്കാൻ അറിയത്തില്ല അമ്മയ്ക്ക്. അമ്മ ദേഷ്യപ്പെടുമായിരിക്കും. ദേഷ്യപ്പെട്ടാൽ തന്നെ അതോർത്ത് പിന്നെ കരയും ചെയ്യും. നാളെ അച്ഛമ്മ അമ്മ എന്ത് ചെയ്താലും തിരിച്ച് അമ്മ അതുപോലെ ഒന്നും പെരുമാറത്തില്ല. അത് അച്ഛമ്മയ്ക്കും അറിയാം. അമ്മയ്ക്ക് മാത്രമല്ല, നിങ്ങൾ മക്കൾക്കും കിട്ടിയിട്ടുള്ളത് ആ മനസ്സാ. അതുകൊണ്ടാ എന്തും പൊറുക്കാൻ
അഖിലിനും അർജുനേട്ടനും പറ്റുന്നത്. എന്നാലും ഇത്തിരി കുറുമ്പൊക്കെ മനുഷ്യർക്ക് വേണം. വരട്ടെ, കുറേശ്ശെ കുറേശ്ശെ ഞാൻ പഠിപ്പിച്ചു തന്നോളാം.